ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വാഹന പരിശോധനാ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടി കമ്മീഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറാണ് റിപ്പോർട്ട് തേടിയത്. ഉദ്യോഗസ്ഥരെ ഷാഫിയും രാഹുലും ഭീഷണിപ്പെടുത്തിയെന്നാണ് കണ്ണൂർ സ്വദേശിയുടെ പരാതി. വിവരങ്ങളുമായി റോഷിപാലുണ്ട്. റോഷി, ഗുഡ് മോർണിംഗ്. റോഷി, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയാണോ? നമ്മൾ നേരത്തെ ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥർക്ക് പരാതി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നടപടിയിലേക്ക് പോകുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ കണ്ണൂരിൽ നിന്നൊരു പരാതി വന്നതിന്റെ പശ്ചാത്തലത്തിലാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ? അരുൺകുമാർ, കണ്ണൂർ സ്വദേശി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ ഓഫീസറായ രത്തൻ ഖേൽക്കർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയും സഞ്ചരിച്ച വാഹനം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞ് പരിശോധിച്ചത്. ആ വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട് UDF ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. KPC അധ്യക്ഷൻ അടക്കം അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന സംശയം ഉയർത്തുകയും ചെയ്തു. പക്ഷേ ഇരുവരും ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലോ രാഹുൽ മാങ്കൂട്ടത്തിലോ പരാതി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ടത്തിൽ ഇടപെടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ണൂർ സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് അത് അടിയന്തരമായി സമർപ്പിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. ഏതായാലും ഷാഫി പറമ്പിലും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഈ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ആ പരാതി പക്ഷേ ഉദ്യോഗസ്ഥന്മാർ നൽകിയിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അന്ന് ഈ തടഞ്ഞ് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഉദ്യോഗസ്ഥർ പരാതി നൽകിയിരുന്നില്ല. ആ പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അക്കാര്യത്തിൽ വലിയൊരു ഇടപെടലോ പരിശോധനയോ നടത്തിയിട്ടുമില്ല. അതുകൊണ്ട് ആ വിവാദം വലിയ വിവാദമായി ആളിക്കെത്തിയെങ്കിൽ വിവാദം അവിടെ അവസാനിക്കുകയായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന് കൊട്ടിക്കലാശത്തിന്റെ ദിവസമാണ് ഇങ്ങനെ ഒരു പരാതി ഉയരുന്നതും ഉദ്യോഗസ്ഥരെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിൽ അവരുടെ പദവി അവർക്ക് അയോഗ്യത കൽപ്പിക്കണം എന്നുകൂടിയാണ് ഈ കണ്ണൂർ സ്വദേശിയുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അത് വിശദമായി പരിശോധിക്കാനും അന്വേഷിച്ച അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. റോഷിപാലാണ് വിവരം നൽകിയത്. വാഹന പരിശോധനയ്ക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള പരാതി. ആ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. ജില്ലാ കളക്ടർ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥരോട് ചോദിക്കും, ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദീകരിക്കും. അത് ഏതെങ്കിലും തരത്തിൽ ചട്ടലംഘനമാണെങ്കിൽ മാത്രമാണ് നടപടി ഉണ്ടാവുക. പ്രത്യക്ഷത്തിൽ ഓഫീസർമാർ പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ആ അർത്ഥത്തിൽ പരാതിയും അവരും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതൊരു മറ്റൊരാൾ, ഒരു തേർഡ് പാർട്ടിയാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ പരാതി കൊടുക്കുമ്പോൾ സാധാരണ ഇടപെടാറുണ്ട് എന്ന് കരുതിയാൽ മതി. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല.